സെക്കൻഡ് സെമസ്റ്റർ കഴിഞ്ഞിട്ട് തേർഡ് സെമസ്റ്ററിലേക്ക് നിൽക്കുന്ന ആളുകളല്ലേ ഇതിൽ കൂടുതലായിട്ടുള്ളത്? യെസ് ആണ്. ഓക്കെ, ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഇതിലെ UI/UX പാർട്ടിനെ കുറിച്ചാണ്. UI/UX അങ്ങനെ ഡിസൈൻ ചെയ്യാന്നതിനെ കുറിച്ചൊന്നും ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നില്ല. പക്ഷെ ഡിസൈനിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പേ കമ്പനികളിൽ അല്ലെങ്കിൽ നോർമലി നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ടീമിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കണം അല്ലെങ്കിൽ എന്തൊക്കെ അവിടെ നടക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ആണ് നിങ്ങൾക്ക് തരുന്നത്. ഇത് പലപ്പോഴും ഇതിനകത്ത് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ സ്ലൈഡ്സ് മിക്കവാറും ചിലതിലെല്ലാം വളരെ ജാർഗൺസ് ഉള്ള കാര്യങ്ങളായിരിക്കും. ഇൻഡസ്ട്രിയിൽ മാത്രം ഉപയോഗിക്കുന്ന ചില ടേംസുകൾ ഉണ്ടായിരിക്കാം. ഞാൻ അതിനെ മാക്സിമം നിങ്ങൾക്ക് അറിയാവുന്ന ഒരു രീതിയിലേക്ക് ഞാൻ മാറ്റാൻ വേണ്ടി നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ വെൽ വി ആർ ഗോയിങ് ടു വാട്ട് ഡിസൈൻ തിങ്കിങ്, നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ഐഡിയ ഇൻ ടു പ്രൊഡക്റ്റ് എന്നാണ് പറയുന്നത്. അപ്പൊ സോ എന്തായിരിക്കും ഐഡിയ എന്നുള്ളത്? സോ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഉള്ള സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഐഡിയ നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് ക്രിയേറ്റ് എ ലോഗിൻ പേജ് എന്നുള്ളതാണ് പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തെല്ലാം നിങ്ങൾ ആലോചിക്കണം അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ നോക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ഐഡിയ ഉണ്ടെന്ന് കരുതുക. നിങ്ങൾക്കൊരു എന്തെങ്കിലും കുറിച്ചൊരു ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഐഡിയ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഒരു സർവീസിനെ കുറിച്ചുള്ള ഐഡിയ, എനിത്തിങ് വാട്ടർ മേ ബി നിങ്ങളൊരു പുതിയൊരു വീട് ഉണ്ടാക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള ഐഡിയ ആണെങ്കിലും ഇവിടെയെല്ലാം നമ്മൾ ഈ ഡിസൈൻ തിങ്കിങ് നമ്മളെ യൂസർ എങ്ങനെയാണ് നമ്മൾ കാണണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പം നമുക്ക് ഉണ്ടാവുന്ന ഐഡിയ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ കൂടെ തന്നെ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അതിന്റെ ക്വാണ്ടിറ്റിയും അതിന്റെ ക്വാളിറ്റി ഈസ് ടു ഇമ്പോർട്ടന്റ്. നമുക്ക് ഉണ്ടാവുന്ന ഐഡിയ ഇൻ എ ബിസിനസ് പെർസ്പെക്റ്റീവ് ഓർ ഇൻ പ്രൊഡക്റ്റീവ് പെർസ്പെക്റ്റീവിൽ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത്. സോ സിംപ്ലി നമുക്ക് ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ടേം ആണ്, അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. ഇപ്പൊ നമുക്ക് ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എൻ്റർലി അതിന്റെ പ്രൊഡക്റ്റിലേക്ക് പോകുന്ന സമയത്ത് എന്തെല്ലാം ഒരുപാട് വേയിലൂടെ നമ്മൾ പോകുന്നുണ്ട്. ആ ഏതെല്ലാം വേസ്, ഏതെല്ലാം സ്റ്റെപ്സ് ആണ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ബിഫോർ ദാറ്റ് വൺ, ദി എൻഡ് പ്രൊഡക്റ്റ് എപ്പോഴും ഈ ഒരു ഐഡിയ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന എൻഡ് പ്രൊഡക്റ്റ് എപ്പോഴും ഒരു UI ഡിസൈൻ ആയിരിക്കും. വാട്ടർ മേ ബി അത് നിങ്ങൾക്ക് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ആയിരിക്കാം, നിങ്ങൾ ഉപയോഗിക്കുന്ന നോർമൽ ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കാം, ഒരു പ്രൊഡക്റ്റ് ആയിരിക്കാം, നിങ്ങൾ ഉപയോഗിക്കുന്ന റീയൂസബിൾ ആയിട്ടുള്ള ഒരു പെന്നോ എന്തെങ്കിലും ആവട്ടെ, അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ആയിരിക്കാം. സോ പലപ്പോഴും നിങ്ങൾ ഈ ഇമേജ് എവിടെയെങ്കിലും നിങ്ങളെ സർഫിംഗിൽ എവിടെയെങ്കിലും വന്നിട്ടുണ്ട്, ഇങ്ങനത്തെ ഒരു ഇമേജ് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും ഡെയിലി ലൈഫായിട്ട് നിങ്ങൾക്ക് ഇതിനെ താരതമ്യം ചെയ്യാൻ പറ്റുന്നുണ്ടോ ഈ ഒരു കേസിനെ? പലപ്പോഴും നമ്മൾ വലിയ ഡിസൈൻസ് ഒക്കെ നമ്മൾ ചെയ്തു വെക്കും, ഡിസൈൻസ് പ്രൊഡക്റ്റ് ഉണ്ടാക്കി വെക്കും. പക്ഷെ ഇവിടെ നോക്കിയാൽ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ബാക്ക് സൈഡിൽ ഒരു പാലം ഉണ്ട്. ആ പാലം കടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയാണ് നമ്മൾ അവിടെ ആക്ച്വലി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ പറഞ്ഞ വഴി കൂടിയല്ല ശരിക്കും ആക്ച്വൽ ആളുകൾ നടന്നു പോകുന്നത്. മറ്റൊരു പാത്ത് അവിടെ ഉണ്ടായി വന്നിരിക്കുന്നത് കണ്ടില്ല ഇവിടെ. ഇതിന്റെ ഇതെന്താ വെച്ചാൽ യൂസർ ആക്ച്വലി എൻഡ് യൂസർ ഇതായിരിക്കും വിചാരിക്കുന്നത് എന്ന് കരുതിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണിത്. ആ കോർണറിൽ, ആ ഡിസൈൻ നമ്മൾ പോകുന്ന ആ കോർണറിലായിരിക്കും ചിലപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടിയിട്ടുള്ള അപ്പൊ നമ്മൾ സൂപ്പർ മാർക്കറ്റ് എന്തെങ്കിലും എന്ന് കരുതുക, സൂപ്പർ മാർക്കറ്റ് ആണ് നമ്മൾ ഇത് ഡിസൈൻ ചെയ്യുന്നതെന്ന് കരുതുക. അപ്പൊ ആ സൂപ്പർ മാർക്കറ്റിന്റെ ആ കോർണറിൽ നിങ്ങളൊരു പ്രൊഡക്റ്റ് കൊണ്ടുവച്ചാൽ ആ പ്രൊഡക്റ്റ് ഒരു കാരണവശാലും അത് വിറ്റുപോയില്ല. കാരണം നിങ്ങളുടെ അടുത്തേക്ക് എപ്പോഴും ഈ യൂസർ അല്ലെ നിങ്ങൾ ആരെയാണോ പ്രതീക്ഷിക്കുന്നത് കസ്റ്റമർ അവിടെ എത്തില്ല. അപ്പം ഇതിന്റെ ഒരു ലാക്ക് ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ കറക്റ്റ് ആയിട്ട് യൂസർ എക്സ്പീരിയൻസ് എങ്ങനെ പോകുന്നു യൂസറെ മനസ്സിലാക്കാതെ ഡിസൈൻ ചെയ്യുന്നതുകൊണ്ടുള്ള കേസാണ് ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് യൂസറെ നമ്മൾ കറക്റ്റ്ലി അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചുള്ള പ്രോസസ്സുകളാണ്. ഓക്കെ, സോ നമുക്ക് ഇതിന്റെ അകത്ത് നമ്മൾ പോകുന്നതിന്റെ അകത്ത് ഒരു 5 സ്റ്റേജിലൂടെയാണ് നമ്മൾ ഡിസൈൻ തിങ്കിങ്ങിന്റെ പ്രോസസ്സിനെ കുറിച്ച് പോവുക. ഇതിന്റെ അകത്ത് എംപതൈസ് ഉണ്ട്, ഡിഫൈൻ ചെയ്യുന്നുണ്ട്, ഐഡിയേറ്റ് ചെയ്യുന്നുണ്ട്, പ്രോട്ടോടൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ദെൻ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ഇത് എന്തിനെ കുറിച്ചാണ്, എന്താണ് എംപതൈസ്, ഡിഫൈൻ ചെയ്യുന്നത്, ഐഡിയേറ്റ് ചെയ്യുന്നത്, പ്രോട്ടോടൈപ്പ്. നിങ്ങൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളായിരിക്കാം, നിങ്ങൾ പഠിക്കുന്ന സമയത്തൊക്കെ ഉപയോഗിക്കുന്ന സെയിം മെത്തേഡ്സിനെ കുറിച്ചാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. തൊട്ട് താഴെ എഴുതി വെച്ചിരിക്കുന്നത് ഡിസൈൻ തിങ്കിങ് ഈസ് എൻ ഇന്ററാക്റ്റീവ് പ്രോസസ്. ഇതൊരു ലീനിയർ പ്രോസസ് അല്ല, ഇതൊരു നോൺ ലീനിയർ പ്രോസസ് ആണ്. ആദ്യം നമ്മൾ എംപതൈസ് ചെയ്തിട്ടായിരിക്കും ഡിഫൈൻ ചെയ്യുന്നത്. ചിലപ്പം നേരെ തിരിച്ചും വരാം. ഡിഫൈൻ ചെയ്തതിനു ശേഷം എംപതൈസിലേക്ക് പോവാം, പ്രോട്ടോടൈപ്പ് ചെയ്തതിനു ശേഷം എംപതൈസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഇതൊരു നോൺ ലീനിയർ പ്രോസസ് ആണ്, ലീനിയർ പ്രോസസ്സേ അല്ല. പല മെത്തേഡിൽ കൊടുക്കാം. പക്ഷെ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇതൊരു ലീനിയർ പ്രോസസ്സിന്റെ രീതിയിൽ നമ്മൾ എഴുതി വെച്ചെന്നുള്ളൂ. നിങ്ങൾ കാര്യങ്ങളെ എംപതൈസ് ചെയ്യുന്നു, ഡിഫൈൻ ചെയ്യുന്നു, ഐഡിയേറ്റ് ചെയ്യുന്നു, പ്രോട്ടോടൈപ്പ് ടെസ്റ്റ് ചെയ്യുന്നു. ഇതാണ് ഇതിന്റെ കേസ് വരുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ഇതിനെ എങ്ങനെ നോൺ ലീനിയർ ആയിട്ടുള്ള പ്രോസസ്സാണ്. ഇത് ഏത് രീതിയിലൂടെയും വരാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇതിനെ എംപതൈസ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്. എന്താണ് ഈ എംപതൈസ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്കൊരു
നിങ്ങളോട് ഞാൻ ആദ്യം ചോദിച്ചു, നിങ്ങൾക്കൊരു അസൈൻമെന്റ് എന്താ തന്നിരിക്കുന്നത്, അതൊരു പ്രൊഡക്റ്റ് ആയിട്ട് കാണാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനീഷ്യലി ഞാൻ നിങ്ങളോട് പറഞ്ഞ സമയത്ത്. ഓക്കെ, അപ്പോൾ എംപതൈസ് ഫേസിൽ എന്താണ് ചെയ്യാന്ന് വെച്ചാൽ, ആക്ച്വലി യൂസറിന്, നമ്മളെ എൻഡ് യൂസറിന് എന്താണ് നമ്മൾ പ്രൊഡക്റ്റ് കൊണ്ട് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായ ധാരണ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഫൈൻഡ് ദി ആക്ച്വൽ യൂസർ, അവർക്ക് എന്തെല്ലാം ഇഷ്യൂസ് അവർക്ക് ഉണ്ടാവുന്നുണ്ട്, അവരുടെ മെയിൻ പെയിൻ പോയിന്റ്സ് എന്തിനാണ്. ഇപ്പൊ മിക്കവാറും നിങ്ങളടുത്ത് വരുന്നുണ്ടാവുക ആസ് എ ഡെവലപ്പർ, ചിലപ്പോൾ നിങ്ങളടുത്ത് പലരും ഡെവലപ്പേഴ്സ് ആയിരിക്കാം, ടെസ്റ്റേഴ്സ് ആയിരിക്കാം, ഡിഫറെന്റ് ഫേസസിലേക്ക് നിങ്ങൾ പോകും ഈ ഒരു കോഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് പോകുന്ന സമയത്ത്. അപ്പൊ ഏത് സ്റ്റേജിൽ വരുമ്പോഴും നിങ്ങൾക്ക് ഒരു ഈ ഒരു യൂസറിനെ ഐഡന്റിഫൈ ചെയ്താലേ ഈ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എംപതൈസ് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ കാര്യങ്ങളെല്ലാം എടുക്കുന്നത്. അപ്പം ഈ എമ്പതിയും സിമ്പതിയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? എന്തെങ്കിലും കോറിലേഷൻസ് അല്ലെങ്കിൽ രണ്ടിന്റെ തമ്മിൽ വ്യത്യാസം എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ആർക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ചുമ്മാ ഞാനൊരു എക്സാമ്പിൾ പറയാം നിങ്ങളോട്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്ത് എമ്പതി, നിങ്ങൾക്ക് സിമ്പതി ഉണ്ടാവുമോ എന്നുള്ളതിന് ഒരു ഉദാഹരണം എടുക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക്. നിങ്ങൾ നടന്നു പോകുമ്പോൾ, റോഡ് സൈഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരു സ്ഥലത്ത്, സപ്പോസ് ഒരു ATM അടുത്ത് ഒരാൾ നിൽക്കുന്നു. ആൾക്ക് മൂവിങ് കപ്പാസിറ്റി ഇല്ല, ലൈക്ക് അയാൾ ഒരു കാല് പോയി എന്ന് കരുതുക. ആൾ അവിടെ നമ്മൾ സാധാരണ ഭിക്ഷയ്ക്ക് വേണ്ടി നിൽക്കുന്നു കരുതുക. സോ എന്താണ് നിങ്ങൾ ചെയ്യുക? നിങ്ങൾക്ക് ആളോട് സിമ്പതിയാണോ എമ്പതിയാണോ തോന്നുക? സിമ്പതി. സോ സിമ്പതി വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? അവരോട് സോറി, അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യും. നമ്മൾ സാധാരണ ചെയ്യുന്നത് കുറച്ച് പൈസ എടുത്ത് അവർക്ക് കൊടുക്കും. നോർമലി സിമ്പതി, നമുക്ക് അവരോട് സിമ്പതി തോന്നുകയാണ്. ഓക്കെ, ഇതാണ് സിമ്പതി എന്നുള്ളൊരു കേസ്. സപ്പോസ് നിങ്ങൾക്ക് അവരോട് എമ്പതി തോന്നുകയെന്ന് കരുതുക. എമ്പതി തോന്നുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങൾ ചെയ്യുക? സപ്പോസ് നിങ്ങൾ ആൾക്ക് മൂവ് ചെയ്യാൻ വേണ്ടി, സഞ്ചരിക്കാൻ വേണ്ടി ഇവർ ചക്രക്കസേര എടുത്ത് കൊടുക്കുന്നു കരുതുക അവർക്ക് വേണ്ടിയിട്ട്. സോ അതാണ് എമ്പതി എന്നുള്ളൊരു കേസ്. ഈ പോയിന്റ് ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അത് എന്താന്നുള്ളത്? അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ഈ ചെയ്യുന്നത് എമ്പതി എന്ന് ചെയ്യുന്നത് വെച്ചാൽ, ഈ എന്താണോ നമുക്ക് ഫീൽ, നമ്മളെ എൻഡ് യൂസർ, നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ ഇവിടെ എൻഡ് യൂസർ ആയിട്ട് വന്നിരുന്നത് ഒരു മൂവിങ് കപ്പാസിറ്റി ഇല്ലാത്ത ഒരാളായിരുന്നു. അവരോട് സിമ്പതി തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി അവർക്ക് ഒരു തവണ കൊടുത്തു. അതേ സ്ഥലത്ത് നിങ്ങൾക്ക് ഒരു എമ്പതി തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൾക്ക് സഞ്ചരിക്കാൻ ഒരു വാഹനം കൊടുത്തു. അതല്ല, അവര് ക്യാഷിന് വേണ്ടിയിട്ടാണ് അവിടെ നിൽക്കുന്നതെങ്കിൽ അവർക്കൊരു പെർമനന്റ്ലി നിങ്ങൾ അവിടെ ഒരു കട ഇട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ വേറൊരു സൗകര്യം ചെയ്ത് കൊടുക്കുന്നു, ഒരു ജോലി സെറ്റ് ആയി കൊടുക്കുന്നു എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇതാണ് നമ്മൾ എമ്പതൈസ് ചെയ്യാന്ന്, അവരായിട്ട് എമ്പതി ചെയ്യുന്നത്. ഇങ്ങനെ എമ്പതി ചെയ്യുന്ന സമയത്ത് അവിടെ എന്താണ് ഉണ്ടാവുന്നത്? നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സൊല്യൂഷനോ വന്നു കഴിഞ്ഞു. അതേ സമയത്ത് നിങ്ങൾ അവർക്ക് സിമ്പതി കാണിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു സൊല്യൂഷൻ ഉണ്ടാവുന്നില്ല, ഒരു ടെമ്പററി സൊല്യൂഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ സിറ്റുവേഷനിലേക്ക് വേണ്ടി മാത്രം ഉണ്ടാവുന്ന ഒരു കേസാണ്. അപ്പം ഇതേപോലെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ യൂസർ ആരാണ് എന്നുള്ളതിന് നിങ്ങൾ അവരായിട്ട് താതാത്മ്യം പ്രാപിക്കുക. അവർക്ക് എന്ത് വേണം എന്നുള്ളത്. സപ്പോസ് നിങ്ങൾ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ചെയ്യാന്ന് കരുതുക, ഒരു ഡിസൈൻ ചെയ്യണം എന്ന് കരുതുക. ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആദ്യം തൊട്ടേ കയറിയിട്ട്, സപ്പോസ് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ, ഒരു ഫിറ്റ്നസ് ആപ്ലിക്കേഷൻ എന്ന് കരുതുക. നിങ്ങൾ സപ്പോസ് ഒരു ഫിറ്റ്നസ് ആപ്ലിക്കേഷൻ, ഒരു ഫിറ്റ്നസ് ക്ലബിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ചെയ്ത് കൊടുക്കണം. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് ഒരാൾ വന്നിട്ട്, എനിക്ക് ഇന്ന കേസുകൾ ആളുകൾ വരുന്നുണ്ട്, ആളുകൾ വരുന്ന സമയത്ത് അവർക്ക് ട്രെയിനിങ് കൊടുക്കണം, അവരുടെ ഫീസ് വാങ്ങണം, ഇങ്ങനെ ബ്ലാ 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 ആയിരിക്കും ചിലപ്പോൾ റിക്വയർമെന്റിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് നിങ്ങളുടെ അടുത്ത് ഒന്ന് പറയാം. സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ക്ലയന്റ് നിങ്ങളുടെ അടുത്ത് ഒന്ന് പറയുന്നത് ഇന്ന കാര്യങ്ങൾ വേണം എന്നുള്ളതായിരിക്കും ഒരാളടുത്ത് വന്ന് പറയുന്നുണ്ടാവുക. ഇവിടുന്നാണ് നമ്മൾ ഈ ഓരോ പോയിന്റുകളും നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരണം. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആരാണോ യൂസ് ചെയ്യുന്നത് അവരിൽ ഒരാളായി നമ്മൾ മാറിയിട്ട് ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യണം. അതിന് എമ്പതി മാപ്പിംഗ് ക്രിയേറ്റ് ചെയ്യണം. അപ്പം ഇതാണ് കൃത്യമായിട്ടുണ്ടാവും. ഒരു എമ്പതി ചെയ്ത് കഴിഞ്ഞാൽ അൺകവറിംഗ് യൂസർ ഇൻസൈറ്റ്സ്. ബൈ അണ്ടർസ്റ്റാൻഡിങ് അവർ യൂസർ we can design product and services that truly cater their requirements result in the better user satisfaction and higher adoption rates. ഇവിടെയാണ് പലപ്പോഴും ഈ മാർക്കറ്റിൽ ഉണ്ടാവുന്ന പ്രൊഡക്ട്സുകൾ ഫെയിൽ ആവുന്നതിന്റെ ഏറ്റവും വലിയൊരു കാരണം ആയി മാറുന്ന ഒരു കേസാണ് എമ്പതി ഇല്ലാതെ, എമ്പതൈസ് ചെയ്യാതെ, യൂസറെ മനസ്സിലാക്കാതെ ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിനൊരു എങ്ങനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് യൂസറെ മനസ്സിലാക്കുക? അതൊരു ഇമ്പോർട്ടന്റ് കേസാണ്. ഇതിന് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്, ഇങ്ങനെ നീണ്ടുപോകുന്ന പ്രൊസീജിയേഴ്സ് ആണ് ടെക്നിക്കലി ഉണ്ടാവുന്ന. ആ കേസുകളൊന്നും നിങ്ങളോട് പറയുന്നില്ല. ആകെ ഉണ്ടാവുന്നത് നമ്മൾ യൂസറായിട്ട് ഇന്റർവ്യൂ ചെയ്യും.
ഇന്റർവ്യൂ ചെയ്യുന്ന 1-to-1 സെക്ഷൻ അവരായിട്ട് നടത്തും. പറ്റാവുന്നിടത്തോളം ആളുകളെ കണ്ടിട്ട് അവർക്ക് എന്താണ് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കാണും. അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നത് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് ക്ലൈന്റ് ആണ് അല്ലേ? ക്ലൈന്റ് എന്ന് വെച്ചാൽ റിക്വയർമെന്റ് സ്റ്റേക്ക് ഹോൾഡർ നിങ്ങളുടെ അടുത്ത് പ്രൊഡക്റ്റ് വേണമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ സംസാരിക്കുന്നത് യൂസറിനെ കുറിച്ചാണ്. ഇതാണ് ഇവിടെ ഡിഫറൻസ്. ഈ സ്റ്റേക്ക് ഹോൾഡറിന് അയാളെ ബിസിനസ് വൺസ് മാത്രം മതിയെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്തു വെക്കാം. പക്ഷെ ഒരു ലോങ് റണ്ണിലാണ് അവർക്ക് വേണ്ടതെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇവിടെ നോക്കി വെക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്ന യൂസർ ഇന്റർവ്യൂ നടത്തും, സർവേസ് നടത്തും, എന്നിട്ട് അത് ടെസ്റ്റ് ചെയ്യും, എന്നിട്ട് അനലൈസ് റിവ്യൂ ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കൊരു നമ്മളൊരു എംപതി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് എംപതി മാപ്പ് എന്നൊക്കെ പറയുന്നത് ഇങ്ങനത്തെ രീതി കൂടി അവരെ എങ്ങനെയാണ് കാണുന്നത്, അവർ എന്തൊക്കെയാണ് അവരെ മനസ്സിലാക്കുക, നമ്മൾ അവരെ കണ്ണിലൂടെ കണ്ടിട്ട് അവരെ ഫീലിങ്സിനെ ഇത് ചെയ്തിട്ട് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവരായിട്ട് എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയത് വെച്ചത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ചെയ്തു വെക്കുന്നുണ്ടാവുക. ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ ഈ അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് ഡിഫൈൻ ചെയ്ത് വെക്കും കറക്റ്റ് ആയിട്ട്. എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്തത് കണ്ടെത്തിയെന്നുള്ളത്. ഈ ഒരു സ്റ്റേജ് കഴിയുമ്പോഴത്തേക്ക് നമ്മളൊരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഉണ്ടായി വരും നമുക്ക് ഇത് കഴിയുമ്പോഴേക്ക്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇനി എനിക്ക് കുറച്ചുകൂടി ഇന്ററാക്ട് ചെയ്യണം നിങ്ങളായിട്ട്. നിങ്ങളെ കുറച്ച് കാര്യങ്ങൾ വേണം. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അസൈൻമെന്റ് തന്നില്ലേ, ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളെ ലോഗിൻ പേജ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങൾ എന്ത് ലോഗിൻ പേജാണ് നിങ്ങൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ ജസ്റ്റ് ഒരു ലോഗിൻ പേജ് ആണ് ക്രിയേറ്റ് ചെയ്യണം. പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല. പേര്, മെയിൽ ഐ ഡി, പാസ്വേഡ്. ഓക്കെ, ഇത്രയും പറഞ്ഞു. ഓക്കെ, ഇങ്ങനെയാണ് ക്ലയന്റ് എപ്പോഴും വന്ന് നമ്മോട് പറയാം. അപ്പൊ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്താണ് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാ, എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യാൻ പോകുന്നത്? ആദ്യം എന്തിനു വേണ്ടി ചെയ്യും? ആർക്ക് വേണ്ടി? ഏത് പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട്? എന്തെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ, നിങ്ങളൊരു കമ്പനിക്ക് വേണ്ടിയിട്ടാണോ ചെയ്തിരിക്കുന്നത്, സ്കൂളിന് വേണ്ടിയിട്ടാണോ, കോളേജിന് വേണ്ടിയിട്ടാണോ, അങ്ങനെ എന്തിനാണ് നിങ്ങൾ അത് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്? മെയിൻലി ഒരു എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കുള്ളൂ. ഇന്നലെ കുറച്ച് ബാങ്കിങ്ങിന്റെ കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായി. ഓക്കെ, അപ്പൊ നിങ്ങൾ ഏതെല്ലാം ഇൻപുട്സ് ആണ് നിങ്ങൾ ആക്സസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഏതെല്ലാം വേണം നിങ്ങൾക്ക് അവിടെ? നിങ്ങൾ ഈ ലോഗിൻ പേജ്, ഓക്കെ, നെയിം, ഇമെയിൽ ഐ ഡി, ഇമെയിൽ, പാസ്വേഡ്, ഓക്കെ, ലോഗിൻ പേജ്. ആരെങ്കിലും ഇതിനെ വേറെ രീതി കൂടി വൺ ടൈം പാസ്വേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഫോൺ നമ്പർ ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യാൻ ആരെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഡിഫറെന്റ് വേസ് ഓഫ് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ആ ലോഗിൻ പേജിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അതിൻ്റെ അകത്ത് ഒരാള് യൂസർ നെയിം അല്ലെങ്കിൽ പാസ്വേഡ് മറന്നു വേണ്ടിയിൽ എന്ത് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടായിരുന്നു ആരെങ്കിലും? റോങ് പാസ്വേഡ് ആണെങ്കിൽ എന്ത് മെസ്സേജ് നിങ്ങൾ അവിടെ പ്ലേ ചെയ്യണമെന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നോ? കണ്ടിന്യൂസ്ലി എത്ര തവണ അവര് റോങ്ലി ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഡിസേബിൾ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടായിരുന്നോ? സോ ഇതെല്ലാം നമ്മൾ തിങ്ക് ചെയ്യേണ്ട ഫേസ് ആണ്. അപ്പൊ നിങ്ങൾ ഇതൊന്നും ആക്ച്വലി നിങ്ങൾ ഡെവലപ്പേഴ്സ് അല്ല ഇതൊന്നും തിങ്ക് ചെയ്തിട്ട് ചെയ്തു തരാം. ഇതിനൊക്കെ ഡിസൈൻ ഡോക്യുമെന്റ് ആയിട്ട് കൃത്യമായിട്ടുണ്ടാവും, ഒരാളെടുത്തുണ്ടായിരിക്കും. അവരത് നിങ്ങൾക്ക് തിരികെ ചെയ്യാം. ആക്ച്വലി ഉണ്ടാവുന്ന ഒരു ഡെവലപ്മെന്റ് ഫേസിൽ ഉണ്ടാവുന്ന കേസുകൾ ഇതൊക്കെ നമ്മൾ ഇരുന്നിട്ട് ഈ ഒരു ഡിസൈനേഴ്സ് ഇരുന്നിട്ട് ഇതിനെക്കുറിച്ച് ആലോചിക്കും. ഏത് മെത്തേഡിലൂടെ അവർക്ക് ചെയ്യണം, ലോഗിൻ ചെയ്യുന്നവർക്ക് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് വരണോ? ഇതിലും നിങ്ങളൊരു ലോഗിൻ പേജ് എന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് വന്നിട്ടോ ഞാൻ പറയുന്നത്. ഒരു പ്രൊഡക്റ്റിന്റെ ബേസിലേക്ക് പോകുമ്പോൾ ഒരു വേസ്റ്റ് ആയിട്ടുള്ള രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ടാവുക. ഓക്കെ, നമ്മൾ ഇവിടെ ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞു നമുക്ക് ഇവിടുന്ന് ഡിഫൈൻ ചെയ്യണം എൻറ്റയർലി അത് എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യണം എന്ന് പറഞ്ഞു. ഈ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ എംപതൈസ് ചെയ്ത സ്ഥലത്ത് നിന്ന് കിട്ടുന്ന ഒരു ഔട്ട്പുട്ടിനെ നമ്മൾ ഇവിടെ വന്ന് ഡിഫൈൻ ചെയ്യുകയാണ്. എന്താണ് ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റിലേക്ക് നമ്മൾ വരണം. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്, ഡിഫറെന്റ് മെത്തേഡ്സുകളുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് മെയിൻലി ആയിട്ടുള്ള 3 മെത്തേഡാണത്: അഫിനിറ്റി ഡയഗ്രാം, പേഴ്സോണാസ് ആൻഡ് എംപതി മാപ്പ്. ഇതിൽ അഫിനിറ്റി ഡയഗ്രാംസിനെ കുറിച്ചൊക്കെ അഫിനിറ്റി ഡയഗ്രാംസ് നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. നമുക്ക് കുറെ ഐഡിയാസ് നിങ്ങൾക്ക് ഈ ബേസ്ഡ് ഓൺ യൂസർ ഇന്ററാക്ഷൻ, എംപതി, ആ സ്റ്റേജിൽ നിന്ന് കിട്ടുന്ന ഐഡിയാസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ലിസ്റ്റ് ഡൗൺ കുഞ്ഞു ഒരു സ്ഥലത്ത് എഴുതി വെക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഏറ്റവും പ്രൊഡോമിനന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് വന്ന് അവസാനം നമുക്കൊരു ആക്ച്വൽ ഐഡിയ നമ്മളിലേക്ക് കിട്ടും. അതിനാണ് നമ്മൾ ആക്ച്വലി ഐഡിയ എന്ന് പറയാം. ലൈക്ക് ഇതേപോലെ നമ്മൾ ചെറിയ ഒരു പേപ്പറുകളിൽ എഴുതിയിട്ട് ഡിഫറെന്റ് കളേഴ്സിലേക്ക് ഇതിനെ മാറ്റിക്കൊണ്ടുവരും. അപ്പോൾ ഒരേ സിമിലർ ആയിട്ടുള്ള ഐഡിയാസ് മൊത്തം ഒന്നിന്റെ അണ്ടറിലേക്ക് വരികയും
അല്ലാത്തത് മാറി മാറി പോയി. അപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഐഡിയാസ് മാത്രം നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഈ ഒരു പ്രോസസ്സ് കഴിയുന്ന സമയത്ത്. അപ്പൊ ഈ പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്തത് ഉണ്ടാക്കുന്നത്. നമ്മൾ കുറച്ച് പേഴ്സണസ് ക്രിയേറ്റ് ചെയ്യും. പേഴ്സണസ് കുറച്ചൊരു നമ്മൾ ഇമേജിനറി യൂസേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് അവർക്ക് കുറച്ച് അവർക്ക് നമ്മൾ കുറച്ച് എന്താ പറയാ ക്യാരക്ടറിസ്റ്റിക് ആഡ് ചെയ്തിട്ട് അതിനെ റിസോൾവ് ചെയ്യാനുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കും. ഇതാണെന്ന് കരുതുക. അപ്പൊ നമ്മൾ ഒരു പേഴ്സോണ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ആൾക്ക് എന്താണ് ജോബ്, എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, ഏത് ഏജ് ഗ്രൂപ്പാണ്, ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്, ഇതൊക്കെ. അപ്പൊ നമ്മൾ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് ഇനീഷ്യലി ഉണ്ടാവുന്നത് ഇതൊക്കെ ഇമേജിനറി ആയിരിക്കാം, ചിലപ്പോൾ ആക്ച്വലി ആയിരിക്കാം. ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നവരെ കുറിച്ചുള്ള ഒരു ആക്ച്വൽ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടുന്ന് കിട്ടുന്ന ഒരു മെത്തഡ് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വരുന്നൊരു കേസാണിത്. ഇതിനാണ് എംപതി മാപ്പ് എന്ന് പറയുന്നത്. ഇവിടുന്ന് നമുക്കൊരു നല്ലൊരു ഐഡിയ കിട്ടും പ്രൊഡക്റ്റ് ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി ആണ് നമ്മൾ ചെയ്യുന്നതിനെ കുറിച്ച്. സോ നമ്മൾ ആ അഫിനിറ്റി മാപ്പ് എന്നും പേഴ്സോണാസ് എന്നുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇവിടേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ അകത്ത് യൂസറിന്റെ ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ പെയിൻ പോയിന്റ്സ് എന്ന് പറയും. അത് നമ്മൾ ആക്ച്വലി അഡ്രസ് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച്. അപ്പോൾ അതിന്റെ വാട്ട്സ് യൂസർ ഫീൽസ് ആൻഡ് യൂസർ എന്താണ് ചെയ്യുന്നത്, എന്താണ് അവർ പറയുന്നത്, അവരെന്താണ് തിങ്ക് ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ വന്നു പോകും അവിടെ. ഓക്കെ, ദെൻ ഇവിടുന്ന് ഈ ഒരു ഡിഫൈൻ ഫേസസ് എന്ന് കിട്ടുന്ന ഐഡിയാസ് ഇതിനെ നമ്മൾ പിന്നെ വീണ്ടും ഐഡിയേറ്റ് ചെയ്യണം. അപ്പം ഇവിടുന്ന് വെച്ചിട്ട് നമ്മൾ വീണ്ടും ഐഡിയ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഐഡിയ ഒരു ആവശ്യമുള്ള ഐഡിയാസ് നമ്മൾ ഇവിടുന്ന് എടുത്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ ഈ ഐഡിയേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്കൊരു യൂസർ സെന്റേഡ് ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇവിടെ കിട്ടും. ഈ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ പിന്നെ എടുത്തിട്ട് ഡിസൈനിലേക്ക് വേണ്ടി കൊണ്ടുപോകുന്നത്. ഈ ഡിസൈൻ നമ്മൾ ഈ പറഞ്ഞില്ലേ, ഇപ്പം ഇത് വളരെ ഒരേ സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ റേഡിയോ ആയിട്ടാണ് ഞാനിപ്പോൾ പോകുന്നത്. നിങ്ങൾ കുറച്ചുകൂടി ഇന്ററാക്ഷൻ വേണ്ടി വരും, എന്നാലേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എനിവേ നമുക്ക് പറ്റാവുന്ന സ്റ്റേജിൽ ഞാൻ പറയാം, നമുക്ക് അവിടെ നിന്ന് നോക്കാം എങ്ങനെയാണ് നമുക്ക് ഇതിനെ പോകാന്നുള്ളതിനെ കുറിച്ച്. അപ്പൊ ഒരു യൂസർ സെന്റേഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യും. ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെയാണ് നമ്മൾ ഒരുപാട് മെത്തേഡ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിന് 1-2 കാര്യങ്ങളാണ് സ്റ്റോറി ബോർഡ്, അലോളജീസ്, മൂവ്മെന്റ്സ്. ഇതൊക്കെ ഈ ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള ഈ ഭാഗത്തുള്ള ഒരു ജാർഗൻസ് ആണ്. അതിനെ നിങ്ങൾ വിട്ടു. എനിവേ നമുക്ക് ഇവിടുന്ന് ഈ ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞുകൂടെ വരുമ്പോഴത്തേക്ക് നമുക്കൊരു കറക്റ്റ് ആയിട്ട് നമുക്കൊരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കും. എന്താണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടൊരു ധാരണ ഉണ്ടായിരിക്കാം. നിങ്ങൾക്ക് ഇതിനൊരു എക്സാമ്പിൾ പറയാം. ലൈക്ക് കഴിഞ്ഞ ദിവസം നമുക്കൊരു പ്രൊഡക്റ്റ് വന്നു, ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യാൻ വന്നു. അതൊരു ഹെൽത്ത് കെയർ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന, ഹെൽത്ത് കെയർ മീൻസ് ഞാൻ ഇനീഷ്യലി പറഞ്ഞു നിങ്ങളോട്, ഒരു ബോഡി ബിൽഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റ് ആണ് അവർക്ക് ചെയ്യേണ്ടത്. അവർക്ക് ആ പ്രൊഡക്റ്റ് ചെയ്യേണ്ടതിൽ ഇനീഷ്യലി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ ഈ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് വേൾഡ് വൈഡ് എവിടെ ഇരുന്നിട്ടും അവർക്ക് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു വീഡിയോസ് ഉണ്ടായിരിക്കും. ആ വീഡിയോസ് ഫോളോ ചെയ്തിട്ട് അവർക്ക് ജിം പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളതാണ്. ഒരു വെയിറ്റ് ലോസ് ആണോ, വെയിറ്റ് ഗെയിൻ ആണോ, അല്ലെങ്കിൽ സസ്റ്റൈൻ ആയിട്ട് നിൽക്കുക, ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന കേസുകളാണ്. പക്ഷെ ഇപ്പം അവരുടെ മുന്നിൽ ഒരു പ്രോബ്ലം വന്നു, പെയിൻ. ഞാൻ നേരത്തെ പറഞ്ഞ കീ പെയിൻ പോയിന്റ് നമ്മൾ അവർക്ക് അഡ്രസ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഗവൺമെന്റിന്റെ പുതിയൊരു റൂൾസ് പ്രകാരം ആരാണ് യൂസ് ചെയ്യുന്നത് അവരെ ഹെൽത്തിന്റെ ഫുൾ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാലേ അവർക്ക് ഒരു സ്റ്റേജിൽ നിന്ന് അടുത്തൊരു സ്റ്റേജിലേക്ക് യൂസറിനെ അവർക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇൻ ദി സെൻസ് അവർക്ക് ഈ പേയ്മെന്റ് സെക്ഷൻ എടുക്കാനും ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലും യൂസറെ ഒരു 40ഓളം ക്വസ്റ്റ്യൻ അവർക്ക് ചോദിക്കണം അവരോട്. ലൈക്ക് അവരെ ഹൈറ്റ്, വെയിറ്റ് ആൻഡ് കൊളസ്ട്രോൾ ഉണ്ടോ, ഷുഗർ ഉണ്ടോ, ഇങ്ങനെ പോയിട്ട് 40 ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങളോട് ഒരു ആപ്ലിക്കേഷൻ, ഇതേപോലൊരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ അടുത്ത് തന്നിട്ട് ശരിയാണ്, നിങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇതിന്റെ അകത്ത് ജോയിൻ ചെയ്യോ ഇല്ലേ? ഈ 40 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്ത് നിങ്ങൾ പോയിട്ട് ജോയിൻ ചെയ്യോ? വൺ ടൈം ആണെന്നുണ്ടെങ്കിൽ ചാൻസ് ഉണ്ട്. ഈ 40 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് വൺ ടൈം, ഓക്കെ, വൺ ടൈം ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ലൈക്ക് ഫസ്റ്റ് ടൈം ജോയിൻ ചെയ്യുമ്പോൾ ഉള്ള ഒരു റിക്വയർമെന്റ് പോലെ വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ മന്ത്ലി റിപ്പീറ്റഡ് ആവും എന്നുണ്ടെങ്കിൽ ഇല്ല, ഇത് ജോയിൻ ചെയ്യുന്ന സമയത്ത് മാത്രമല്ല. ഞാൻ ഇനീഷ്യലി പറഞ്ഞു ഗവൺമെന്റിന്റെ നോബ്സ് ഉണ്ട്, അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ പലപ്പോഴും അതിന്റെ ബേസിക് റീസൺ എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും ജിമ്മിലൊക്കെ ആളുകൾ വർക്ക്ഔട്ട് ചെയ്തിട്ട് കുഴഞ്ഞു വീണ് മരിക്കുക, അങ്ങനത്തെ കുറെ ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവുന്ന ഒരു കേസാണിത്. ഇതിന്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, യൂസറിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു എൻഡ് യൂസർ ആവുക എന്നുള്ളതാണ്. ഞാൻ ഇനീഷ്യലി പറഞ്ഞൊരു കേസ് ഉണ്ട്.
എംപതൈസ് ചെയ്യാൻ, യൂസറായിട്ട് നിങ്ങൾ എംപതൈസ് ചെയ്യണം എന്നുള്ള ഒരു കേസ് പറഞ്ഞിട്ടില്ല. ഒരു എംപതി ഇവിടെ നടക്കുന്നില്ല എന്ന് തോന്നുന്നു. അതായത് നിങ്ങൾക്ക് ആൻസർ കിട്ടാത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, നോർമലി നമ്മൾ അതിനെക്കുറിച്ചൊന്ന് സ്റ്റഡി ചെയ്ത സമയത്ത് എന്താ കേസ് എന്ന് വെച്ചാൽ, ഈ 40 ക്വസ്റ്റ്യൻസ് ഒരാളോട് പറഞ്ഞ് കഴിഞ്ഞാൽ ഇനീഷ്യലി അത് എടുക്കാൻ ഒരു മിനിമം ഒരു അറൌണ്ട് 30 to 60 മിനിറ്റ്സ് എടുക്കും 40 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് പോകാൻ. അതിൻ്റെ അകത്തുള്ള കോംപ്ലിക്കേഷൻസ് എന്താണെന്ന് വെച്ചാൽ, അവരതിൻ്റെ അകത്ത് ചോദിക്കുന്നത് നിങ്ങൾക്ക് പ്രഷർ ഉണ്ടോ, ഷുഗർ ഉണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ, നിങ്ങൾ ഈ അടുത്ത് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടോ, എന്താണ് ഇഞ്ചുറി ഉണ്ടോ, ഇങ്ങനെ ബ്ലാ 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 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പോവുകയാണ്. അപ്പൊ ഇൻ കേസ് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഒരു 100 ആൾ എടുത്ത് കഴിഞ്ഞാൽ 100 ആളിൽ അത് യൂസ് ചെയ്തിട്ട് അത്രയ്ക്കും ഇതായിട്ട് വളരെ ആവശ്യമുള്ള ഒരാൾ മാത്രമേ ഇത് വന്നിട്ട് ഇത് ചെയ്യുള്ളൂ. അപ്പം അതിനൊരു സൊല്യൂഷൻ എന്നുള്ളൊരു രീതി കൂടി നമ്മളിപ്പം സൊല്യൂഷൻ കണ്ടെത്തിക്കൊണ്ടിരിക്കുക. ഇപ്പോഴും ക്ലയന്റായിട്ട് ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് എങ്ങനെയാണ് സൊല്യൂഷൻ കാണാന്നുള്ളത്. ഇപ്പൊ 1-2 സൊല്യൂഷൻ അതിൻ്റെ അകത്ത് ആയി വരുന്നു. ഒരു കേസ് നമുക്ക് ആ ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കുറയ്ക്കാൻ പറ്റും. എണ്ണം കുറച്ചിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ട് സപ്പോസ് നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞു പ്രഷർ, കൊളസ്ട്രോൾ ഇങ്ങനത്തെ ഉണ്ടാകുന്ന ഒരു ലൈഫ്, അതിനെന്താ പറയുന്നത്, നമ്മൾ ജീവിത ശൈലി രോഗങ്ങൾ എന്നുള്ള രീതി അല്ലേ പറയുന്നത്, അതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് അതിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ഓപ്ഷൻ കൊടുക്കുന്നു, ഒന്നുണ്ടെങ്കിൽ അതെന്താണെന്നുള്ള ഇങ്ങനെ ചെയ്യുന്നു. അപ്പോൾ യൂസറിനെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്ക് പെട്ടെന്നൊരു പ്രശ്നമായി മാറില്ല. നിങ്ങളൊരു സർജറി കഴിഞ്ഞോ എന്നൊക്കെ പെട്ടെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന്റെ ഒരു പ്രോബ്ലം നമ്മളവരോട് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇനീഷ്യലി ഒരാളോട് വളരെ ബേസിക് ആയിട്ടുള്ള എക്സസൈസും കാര്യങ്ങളും കൊടുക്കാനുള്ള ഒരു ഫസ്റ്റ് സ്റ്റേജ് ഓഫ് അവരെ സൊല്യൂഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടാവുന്ന മിനിമൽ ക്വസ്റ്റ്യൻസ് അവരോട് ചോദിക്കുക. അപ്പൊ അവർ മിനിമൽ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇനീഷ്യലി അവർക്ക് ലെവൽ 1 കോഴ്സ് കൊടുക്കുന്നു. ലെവൽ 1 കോഴ്സ് കഴിഞ്ഞ് അവരത് ചെയ്ത് കഴിയുമ്പോൾ ലെവൽ 2ലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് തരും. അപ്പൊ ലെവൽ 2 ഗ്രേഡിന് എന്തെല്ലാം മാൻഡേറ്ററി ഐറ്റംസ് അവർക്ക് ആവശ്യമുണ്ടോ അത് ചോദിക്കുക. അങ്ങനെ പോകുന്ന സമയത്ത് യൂസറിന് ഒരു ടെൻഷൻ ഇല്ലാതെ അവരറിയാതെ തന്നെ നമ്മൾ അവരുടെ അടുത്ത് നിന്ന് ഈ പ്രൊഡക്റ്റിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുമെന്നാണ് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന സൊല്യൂഷൻ. സ്റ്റിൽ അതിൻ്റെ അകത്ത് കുറെ ഇഷ്യൂസ് ഉണ്ട്. അതിന്റെ ഡിസ്കഷൻസ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിന്റെ പ്രാക്ടിക്കൽ എങ്ങനെയാണ് ഇതിനെ മാറ്റുക എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ദെൻ ഇവിടെ നിന്നാണ് നമ്മൾ ഇത് കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രോട്ടോടൈപ്പ് ക്രിയേറ്റ് ചെയ്യും. പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ജസ്റ്റ് സിമ്പിൾ മോഡൽ നമ്മൾ ഒരു യൂസറിന് കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ക്ലയന്റിന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രോട്ടോടൈപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ആ പ്രോട്ടോടൈപ്പിന്റെ അകത്തു നിന്നാണ് നമ്മൾ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ, ഡിസൈനും കാര്യങ്ങൾ, ഇതെല്ലാം ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ഒരു ലീനിയർ പ്രോസസ് അല്ല, നോൺ ലീനിയർ പ്രോസസ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ കറങ്ങി വരും. ഇവിടുന്ന് നമ്മൾ ഇപ്പം ഇത്രയും പറഞ്ഞ കേസുകളില്ലേ, നിങ്ങൾ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ കാണിച്ചു തരാം. 1 സെക്കൻഡ്. ഓക്കെ, നമ്മളിപ്പം എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ, നമ്മളിപ്പം ഇനീഷ്യലി നമുക്കൊരു പ്രോട്ടോടൈപ്പ് നമ്മുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെയാണ് നമ്മൾ ഇതിന്റെ അകത്തുനിന്ന് നമ്മൾ ഇൻഫർമേഷൻ ആർക്കിടെക്ചറെല്ലാം ക്രിയേറ്റ് ചെയ്യും. ഇനിയാണ് നമ്മൾ ഈ ഡാറ്റാസ് വെച്ചിട്ട് ഫ്ലോ ഡയഗ്രാംസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇൻഡ്യൂറ്റീവ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സും കാര്യങ്ങളെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പൊ അതിന് നമ്മൾ അതിൻ്റെ അകത്ത് ലാബലിങ്ങിന്റെ കേസുകൾ നമ്മൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ കൃത്യമാക്കി വെക്കുന്നു. നാവിഗേഷനെ ചെയ്തു വെക്കും. കണ്ടന്റ് ഓർഗനൈസ്, കാരണം നമുക്ക് ഈ പ്രൊഡക്റ്റിലേക്ക് വേണ്ടിയുള്ള കണ്ടന്റ് എന്തൊക്കെയാണെന്നുള്ള കേസുകളെല്ലാം ഇതിന്റെ ഒരു പാർട്ടായിട്ട് തന്നെ ഇനീഷ്യലി ഇൻഫർമേഷൻ ആർക്കിടെക്ചറിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇവിടുന്നാണ് പിന്നെയാണ് നമ്മളൊരു ഇന്ററാക്ഷൻ ഡിസൈനിലേക്ക് UI ആയിട്ടുള്ള ലെവലിലേക്ക് ഇപ്പോഴും ഈ പറഞ്ഞിരിക്കുന്ന മെത്തേഡ്സിൽ ഒന്നും തന്നെ നമ്മൾ ഇവിടുന്ന് ഡിസൈൻ സ്റ്റേജിലേക്ക് നമ്മൾ പോയിട്ടേ ഇല്ല. ഓക്കെ, ഇന്ററാക്ഷൻ ഡിസൈനാണ് നമ്മൾ പിന്നെ. അപ്പോൾ നമ്മൾ ഇത്രയും സമയം കൊണ്ട് നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ യൂസർ എന്താണ്, അവർക്ക് എന്താണ് ആക്ച്വലി അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തതിനു ശേഷം നമ്മൾ പിന്നെ പോകുന്നത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഡിസൈനിലേക്ക് കുറച്ച് എക്സ്പീരിയൻസ്. അതിൻ്റെ അകത്ത് നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിയുന്ന സമയത്ത് എൻറ്റയർലി അതൊരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആക്കി ഉണ്ടാക്കും. അത് ഫ്ലെക്സിബിലിറ്റി നമ്മളതിൻ്റെ അകത്ത് കീപ്പ് ചെയ്യും. ഫ്ലെക്സിബിലിറ്റി കീപ്പ് ചെയ്യുക, ആൻഡ് നമ്മൾ ഈ ഫീഡ്ബാക്ക് എടുത്തിട്ട് കൃത്യമായിട്ടുള്ള ഫീഡ്ബാക്കിലൂടെ അതിനെ അനലൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ഫ്ലെക്സിബിലിറ്റി എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ എന്തായിരിക്കും റീയൂസബിൾ കമ്പോണൻസ് നമ്മൾ അതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു കേസ്. അപ്പൊ നിങ്ങളിപ്പം ഡിഫൈൻ ചെയ്യുന്ന ഒരു ലോഗിൻ പേജിന്റെ അകത്തുള്ള ഏതെല്ലാം കമ്പോണൻസിനെ നിങ്ങൾക്ക് റീയൂസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ എപ്പോഴും ആലോചിക്കും. ലൈക്ക് നിങ്ങളൊരു ഇതിനകത്ത് ഇൻപുട്ട് ഫീൽഡ് നിങ്ങൾ യൂസർ നെയിം എന്നുള്ളത് ഇൻപുട്ട് ഫീൽഡ് ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ആ ഒരു ഫീൽഡിനെ നിങ്ങൾക്ക് എൻ്റെ ആപ്ലിക്കേഷൻ്റെ അകത്ത് എവിടെയെല്ലാം റീയൂസ് ചെയ്യാൻ പറ്റും. വൺസ് നിങ്ങൾ അതിൻ്റെ അകത്തൊരു സ്ട്രക്ചറേഡ് ആയിട്ട് കാര്യങ്ങളെല്ലാം എഴുതി വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ കാര്യങ്ങൾ
ചേഞ്ച് ചെയ്തിട്ട് എൻ്റയർ സിസ്റ്റത്തിലേക്ക് നമുക്ക് റീയൂസ് ചെയ്തുകൊണ്ടേയിരിക്കാൻ പറ്റും. ഈ റീയൂസബിൾ മെത്തേഡിൻ്റെ അകത്ത് ഒരു കേസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇത്രയും നേരം സംസാരിച്ച സമയത്ത് നമ്മൾ സംസാരിച്ചത് യൂസർ സെൻട്രിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചിനാണ്. യൂസർ സെൻട്രിക്കും പിന്നെ യൂസറിന് പിന്നെ നമ്മളെ പ്രൊഡക്റ്റ് സെൻട്രിക് ആയിട്ടുള്ള 2 തരത്തിലുള്ള മെത്തേഡ്സ് ഉണ്ട് നമ്മൾ ഇതിനെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത്. എപ്പോഴും നമ്മൾ യൂസറിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. യൂസർ സെൻട്രിക് ഡിസൈൻ എന്നാണ് UCD എന്നാണ് അതിനെ പറയുന്നത്. ഓക്കെ, പിന്നെ യൂസർ സെൻട്രിക് പിന്നെ ഒരു ഹ്യൂമൻ സെൻട്രിക് ആയിട്ടുള്ള ഡിസൈൻ HCD എന്നുള്ള വേറെ ഡിസൈൻ മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എൻ്റയർ ഹ്യൂമൻ ബീയിങ്സിന് വേണ്ടിയിട്ടാണ് അതിനെ ഡിസൈൻ ചെയ്യുന്നതെങ്കിലാണ് നമ്മൾ അതിനെ HCD എന്നുള്ള രീതിയിൽ കൂടി ചെയ്യുന്നത്. ചിലത് നമ്മൾ ഇപ്പോഴത്തെ കേസിൽ എല്ലാം തന്നെ HCD ഡിസൈൻസിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്പെസിഫിക്കലി അത് യൂസർ സെൻട്രിക് ആയിരിക്കും, പക്ഷേ അത് HCD വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വിൽ ബി യൂസബിൾ കമ്പോണന്റ് ഉണ്ടായിരിക്കും അതിൻ്റെ അകത്ത്. നമുക്ക് എൻ്റയർ പ്രൊഡക്റ്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് അത് ഡെവലപ്മെന്റിലായിരുന്നാലും ശരി, ഡിസൈനിലായിരുന്നാലും ശരി, അത് റീയൂസബിൾ ആയിട്ട് കാര്യങ്ങളെ കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഓൺവേർഡ്സ് നമ്മൾ ആലോചിക്കുന്ന വിഷ്വൽ ഡിസൈൻ. ഇവിടുന്നാണ് നമ്മൾ വിഷ്വൽ ഡിസൈൻസിലേക്ക് ആക്ച്വലി പോകുന്നത്. നിങ്ങൾ ഇപ്പം നാളെ നിങ്ങൾ ചെയ്ത് കാണിക്കാൻ പോകുന്ന നിങ്ങളെ ആ ഒരു ലോഗിൻ സ്ക്രീനിൻ്റെ അകത്ത് നിങ്ങൾ അതിന്റെ എത്രത്തോളം ഭംഗി ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. അതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല, ഇത് എങ്ങനെയൊക്കെ ആയിരിക്കണം, അതിൻ്റെ അകത്ത് എങ്ങനെ ലോഗിൻ ഓപ്ഷൻ കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആലോചിക്കുന്നത് ഒരു യൂസർ എക്സ്പീരിയൻസ് ലെവലുള്ള ഒരു മെത്തേഡിലായിരിക്കും ഉണ്ടാകുന്നത്. അവിടുന്ന് പിന്നെ വിഷ്വൽ ഡിസൈൻസിലേക്ക് നമ്മൾ അവിടെ കൊണ്ടുപോകുന്നത് ഈ സ്റ്റേജിൽ വെച്ചിട്ടാണ്.